Okay, good morning students. Next നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഓക്കെ, എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് refers to the process of using men, money, machines, material and process through proper direction, coordination and integration of several activities so as to produce desired results and attain പ്രീഡിറ്റർമിൻഡ് ഗോൾസ്. അതായത് നമ്മളെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ റിസോഴ്സസും, അതായത് മെന്ന്, മെറ്റീരിയൽ, മണി, ഈ മൂന്നും റിസോഴ്സസിനെയും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ പ്രോപ്പർ ഡയറക്ഷന്, കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് എല്ലാ ആക്ടിവിറ്റീസിലും, അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പ്രോപ്പർ കോർഡിനേഷൻ, ഇൻ്റഗ്രേഷൻ ആൻഡ് ഡയറക്ഷൻ വെച്ചിട്ട് നമ്മളെ മാക്സിമം നമ്മളെ മെന്നും മെറ്റീരിയലും മണിയും യൂസ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും നമുക്ക്, അല്ലെ? ഒരു ബിസിനസ് തുടങ്ങുമ്പം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്. നമ്മളെ ലക്ഷ്യം അതാണ്. വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ അനദർ വേർഡ്സ്, മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ക്ലാസിഫൈഡ് ഇൻ ടു വാരിയസ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പം ഇത്രയും ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാനിങ്, അതേപോലെ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ, ഈ 5 സാധനങ്ങളുടെ മേലുള്ള ഒരു ഓവറോൾ കൺട്രോൾ ഇതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്ലാനിങ്ങിൽ വരണം, ഓർഗനൈസിങ്ങിൽ വരണം, അതേപോലെ തന്നെ സ്റ്റാഫിങ്ങിൽ വരണം, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്ങിൽ വരുന്നത്. അത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് മീനിങ് ഓഫ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്നാണ് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ, അല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിവേഴ്സൽ ലെവലാണ്. അതായത് നമ്മൾ പറഞ്ഞു പ്ലാനിങ്, നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ നമുക്കൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് യൂണിവേഴ്സൽ ലെവലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇറ്റ് മീൻസ് ദ മാനേജ്മെൻറ്റ് ഇസ് റിക്വയർഡ് ഫോർ എവറി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, അല്ലേ? എല്ലാ ഓർഗനൈസേഷനും ഒരു എന്ത് വേണം? മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് മേ ബി ബിസിനസ് ഓർഗനൈസേഷൻ ഓർ സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ. ബിസിനസ് ആയാലും സോഷ്യൽ ആയാലും പൊളിറ്റിക്കൽ ആയാലും ഏത് ബിസിനസ്സിനായാലും ശരി എന്തായാലും ഒരു മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ യൂണിവേഴ്സൽ ലെവൽ എന്ന് പറയുന്നത്. അത് അതേപോലെ സ്മോൾ സ്കെയിൽ ബിസിനസ് ആയാലും ശരി, ലാർജ് സ്കെയിൽ ബിസിനസ് ആയാലും ശരി, ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും ശരി, നമുക്ക് എന്താ അതൊരു യൂണിവേഴ്സൽ ലെവലിലാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഡയറക്റ്റഡ്, അല്ലേ? നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പ്ലാനിങ് ആയാലും ഓർഗനൈസിങ് ആയാലും സ്റ്റാഫിംഗ് ആയാലും ഡയറക്റ്റിംഗ് ആയാലും കൺട്രോളിംഗ് ആയാലും ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രോപ്പർ മാനേജ്മെൻറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരു ഗോൾ അച്ചീവ്, അല്ലെ? നമ്മളെ ലക്ഷ്യം എന്താണ്? ഒരു ഗോള് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, അല്ലേ? നമ്മൾ പറഞ്ഞു ഇത്രയും സ്റ്റേജസ് ഉണ്ട്. ലാസ്റ്റ് അതിൻ്റെ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ലാസ്റ്റ് സ്റ്റേജ് കൺട്രോളിങ്ങിൽ വരെ എന്താണ് നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് വരെ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിനെ നിർത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ആണ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എൻ ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സ്, അല്ലേ? ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞതാണ് സെവറൽ ആക്ടിവിറ്റീസ്, ധാരാളം ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സും കൂടിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, പ്രോസസ്സ്, ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള എല്ലാ ലെവലിലും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ലെവലിലും നമ്മൾ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എന്താണ്? ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സാണ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ, അല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ സക്സസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് കാണാനായിട്ട് പറ്റില്ല, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആയിരിക്കും. ദെൻ എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി, അല്ലേ? ഡിസിപ്ലിനറി ആയിരിക്കും, അല്ല മൾട്ടി ഡിസിപ്ലിനറി ആണ്. നമ്മളെല്ലാ മേഖലകളിലും നമ്മൾ പറഞ്ഞു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം.
അപ്പം ഇറ്റ് ഷുഡ് ബി വെരി എസെൻഷ്യൽ ആണ് എല്ലാ ബിസിനസ്സിലും എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഇസ് എ മൾട്ടി ഡിസിപ്ലിനറി ആണ്. ദെൻ ഇറ്റ് ഈസ് എന്താണ് സോഷ്യൽ പ്രോസസ്സും കൂടിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് എല്ലാ ബിസിനസ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സും കൂടിയാണ്. അപ്പം അത്രയും എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിലെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെ ലെവലിലാണ് ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ആണ്, മാനേജ്മെൻറ്റ് ഈസ് എ ഡിസിപ്ലിൻ ആണ്, പിന്നെ മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആണ്, അതേപോലെ എന്താണ് മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് ആൻഡ് സയൻസ്. 4 പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പറഞ്ഞു പ്രോസസ്സ് അല്ലേ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ പോകുന്ന ഒരു പ്രോസസ്സായിട്ട് മാനേജ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ അല്ലേ, ഒരു ഡിസിപ്ലിനറി ഇതായിട്ട് മാനേജ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാം. നമ്മൾ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് മാനേജ്മെൻറ്റ് വേണം, അതിൻ്റെ നോളേജ് ഉണ്ടായിരിക്കണം, അത് ഡെവലപ്പ് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിസിപ്ലിനറി പ്രോസസ്സും കൂടിയാണ്. അപ്പം മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു ഡിസിപ്ലിൻ ആയിട്ടും കൺസിഡർ ചെയ്യാം. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് അല്ലേ. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ. കാരണം ധാരാളം മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ മാനേജേഴ്സായിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓരോ മാനേജേഴ്സും മൊത്തം ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈസ് എ ഗ്രൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു ആർട്ടായിട്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അതായത് സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇറ്റ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ് വിത്ത് റെഫറൻസ് ടു അല്ലേ. ഒരു നോളേജ് നമുക്കൊരു നോളേജ് ഉണ്ടായിരിക്കുക, അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഒരു സിസ്റ്റമാറ്റിക് മാനറിലേക്ക് കൊണ്ടുവരിക, ഒരു സയൻറ്റിഫിക് നമ്മൾ പറയില്ലേ സയൻറ്റിഫിക് രീതിയിൽ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്നൊക്കെ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഇറ്റ് ഈസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ക്രിയേഷൻ ഓഫ് വർക്കാണ് അല്ലേ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ധാരാളം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഒരു ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർ എന്താണ് ഒരു ആർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഏതൊക്കെ ദർ ആർ മെയിൻലി എന്താണ് 3 ലെവൽസ് ആണ് ഉണ്ടാവുക. 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണല്ലോ ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ദെൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ദെൻ ലാസ്റ്റ് വൺ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ഒരു ഡയഗ്രമാറ്റിക് ഫോമാറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ മെയിൻലി 3 ലെവൽസ് ആണ്. ഫസ്റ്റ് ലെവൽ എന്താണ് ടോപ്പ് ലെവൽ, ദെൻ സെക്കൻഡ് വൺ എന്താണ് മിഡിൽ ലെവൽ, ലാസ്റ്റ് വൺ ലോ ലെവൽ. ഓക്കെ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ആ 3 രീതിക്കാണ് ഉണ്ടാവുക. ടോപ്പ് ലെവൽ മിഡിൽ ലെവലൊക്കെ പറയുന്നുണ്ട്. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള അതിൻ്റെ ബിസിനസ് ഫങ്ഷൻസ്, അതിൻ്റെ അതോറിറ്റീസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അവിടുന്ന് മിഡിൽ ലെവൽ അതിൻ്റെ മാനേജേഴ്സ്, അതിൻ്റെ ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ലോ ലെവൽ എംപ്ലോയീസ്, സ്റ്റാഫ്സ്, വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനൊരു രീതിയിലായിരിക്കും ഒരു മാനേജ്മെൻറ്റ് ലെവൽ ഉണ്ടാവുക. ഇപ്പോൾ ടോപ്പ് ലെവലായിരിക്കും അതിൻ്റെ ഓണേഴ്സും ആ ബിസിനസ്സിൻ്റെ ഓവറോൾ ഹെഡ് എന്ന് പറയുന്നത് അവരായിരിക്കും. മിഡിൽ ലെവൽ അവരുടെ സ്റ്റാഫ്സ്, ദെൻ ലോ ലെവൽ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ആയിരിക്കും വരുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനിങ് നടത്തുക എന്നുള്ളത് എങ്ങനെയാണ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 5 ലെവൽ. നമ്മൾ മുന്നേ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആ 5 ലെവലിലാണ് ഈ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഉണ്ടാവുക. എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ പ്ലാനിങ്, ദെൻ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 ഐറ്റംസും വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുക, ബിസിനസ് എന്താണെന്ന് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. അതിനെ ഏറ്റവും ലോ ലെവലാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ് ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ അല്ലേ. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, എങ്ങനെ ചെയ്യാമെന്നുള്ളത്.
then it basically consider with the selection of goals to achieved and determining the effective course of action from among the, അതായത് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു. ദെൻ സെക്കൻഡ് വൺ എന്താണ്, ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ആഫ്റ്റർ ദ പ്ലാൻ, നമ്മൾ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് ഓർഗനൈസ് ചെയ്തെടുക്കുക. എങ്ങനെയാണ്, അതായത് ആ പ്ലാനിന് നമ്മൾ ഡ്രോൺ ചെയ്യാം, നമ്മൾ അതായത് ഒരു പ്രോപ്പർ വേയിൽ നമുക്കൊരു ഓർഗനൈസ് ചെയ്യാം, നമ്മൾ വരയ്ക്കുക, എന്താണ് നമ്മളെ പ്ലാൻ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊരു ഡ്രോൺ ചെയ്ത് ഒരു റിട്ടേൺ ഫോമാറ്റിലാക്കുക. ദെൻ മാനേജ്മെൻറ്റ് ഹാസ് ടു ഓർഗനൈസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ഓഫ് ദ ഫേം ടു ക്യാരി ഔട്ട് ദ സെലക്റ്റഡ് പ്രോഗ്രാം സക്സസ്ഫുള്ളി. അതായത് പിന്നെ അത് മാനേജേഴ്സ് എന്താക്കുക, അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസ് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിൻ്റെ റിസോഴ്സസിനെ കുറിച്ച് ഒക്കെ ഒരു ഓർഗനൈസേഷൻ, ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ദെൻ തേർഡ് സ്റ്റേജ് എന്താ, സ്റ്റാഫിങ്. പിന്നെ നമ്മൾ എന്താണ്, നമുക്കൊരു ഐഡിയ ഉണ്ടായി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനെ നമ്മളൊരു ഓർഡറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ സ്റ്റാഫിങ് നടത്തുക. എത്ര പേര് വേണം, എങ്ങനെ വേണം, ഏതൊക്കെ ആൾക്കാർ എന്തിൽ വേണം, എങ്ങനെയാണ് അതിനെ കൊണ്ടുപോകേണ്ടത്, എത്ര എംപ്ലോയീസ്, സ്കിൽഡ് എംപ്ലോയീസ്, ഫ്രഷേഴ്സ്, അങ്ങനെയുള്ള രീതിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ, എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, സ്റ്റാഫ് ചെയ്യുക, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. ദെൻ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്റ്റിംഗ് ചെയ്യാം, എംപ്ലോയീസിനെ അതിൻ്റെ വർക്കിന് അതിൻ്റെ എല്ലാ സ്റ്റേജിനെയും നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. അതായത് ഒരു ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു എന്താ പറയുക, ഒരു ലക്ഷ്യം ഉണ്ടാക്കുക, എംപ്ലോയീസിനെ അതേ രീതിക്ക് അതിനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ എന്താണ്, കൺട്രോളിങ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും, എല്ലാ സ്റ്റാഫിനെയും, എല്ലാ കാര്യങ്ങളും ഒരു കൺട്രോളിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഉണ്ടായിരിക്കണം, ഓർഗനൈസിങ് ഉണ്ടായിരിക്കണം, സ്റ്റാഫിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 5 പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാഫിങ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ചെയ്യണം, അതിന് കോർഡിനേറ്റ് ചെയ്യുക. ഈ 5 ഫങ്ഷൻസും വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മളൊരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്.